ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വന്നത് AC ആണ്. സാൻഡ്രോന്റെ കൂളിംഗ് ഓയിൽ അഴിക്കണം. കൂളിംഗ് ഓയിൽ അഴിച്ച് അത് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യുന്ന എന്താണ്, അപ്പൊ അത് എങ്ങനെ അഴിക്കാനുള്ളത്. അത് ഡാഷ്ബോർഡ് അഴിക്കേണ്ട ആവശ്യമില്ല. സാൻഡ്രോന്റെ ACന്റെ കൂളിംഗ് ഓയിൽ അഴിക്കണമെങ്കിൽ ഡാഷ്ബോർഡ് അഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് എങ്ങനെ അഴിക്കാനുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ വന്നത്. അപ്പൊ നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അഴിക്കേണ്ടത് ഈ ഗ്ലോ ബോക്സാണ്. ഈ ഗ്ലോ ബോക്സ് താഴ്ത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയ കവറുണ്ട്. ഈ ഗ്ലോ ബോക്സ് നമുക്ക് മാരുതിൻ്റെ അഴിക്കണ പോലെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അതിന് പകരം ഒരു കവറാണ്. ആ കവറ് 2 സ്റ്റാർ ഉണ്ടായിരിക്കും. ആ സ്റ്റാർ വെച്ച് അഴിച്ചിട്ട് അത് എടുത്ത് മാറ്റണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലി കാണാൻ പറ്റും, കുറച്ച് ഭാഗം കാണാൻ പറ്റും. അതിന് വേണ്ടിയാണ് ആ ഗ്ലോ ബോക്സിൻ്റെ അകത്തുള്ള ആ പീസ് നമ്മൾ അഴിക്കുന്നത്. അപ്പോൾ 2 സ്റ്റാർ അയച്ചുകൊണ്ടിരിക്കണം. സ്റ്റാർ അയച്ചിട്ട് അത് ഒരു സൈഡിൽ തിക്കിയിട്ട് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ സാൻഡ്രോൻ്റെ ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഡാഷ്ബോർഡ് ഫുള്ളായിട്ട് ഇറക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ആ കൂളിംഗ് ഓയിലിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഈ സൈഡിലൂടെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ പീസ് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലി. ഇനി നമുക്ക് ഇതിനകത്ത് അപ്പോൾ അടുത്ത നമുക്ക് അഴിക്കാൽ ഈ സൈഡിലെ പാഡ്. അപ്പോൾ അതിന് സ്റ്റാർ ഉണ്ടായിരിക്കും. ആ സ്റ്റാർ അഴിക്കണം. ആ പാഡ് അഴിക്കണമെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഒരു 10ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ആ ബോൾട്ട് അഴിച്ചിട്ട് നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് വലിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സൈഡിലെ പാഡ് അഴിക്കണം. അപ്പോൾ ആ സ്റ്റാർ അഴിക്കുക, അത് സൈഡിലേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ പാഡ് പോരും. അപ്പോൾ ആ സ്റ്റാർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അഴിച്ചിട്ടുണ്ട്. അടിയിൽ അതേപോലെ സ്റ്റാർ ഉണ്ടായിരിക്കും, 2 സ്റ്റാർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 2 സ്റ്റാർ അയച്ചിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വലിച്ചാൽ മതി. വലിച്ചിട്ട് ആ പീസ് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് അയച്ചിട്ടുണ്ട്. എന്താ ഈ 10 അഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കവർ അയച്ചിട്ടുള്ളത്. നമുക്ക് ആ 10 അഴിച്ച് മാറ്റണം. ആ 10 അഴിക്കണമെന്ന് വെച്ചാൽ ഡാഷ്ബോർഡ് കുറച്ച് ഫ്രണ്ടിലോട്ട് വലിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ കൂളിംഗ് ഓയിൽ അസംബ്ലി അവിടെ തടയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ 10 അഴിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സെൻറ്ററിൽ ഒരു 10ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ആ 2 10ൻ്റെ ബോൾട്ട് അഴിച്ചു മാറ്റുക. ആ 10ൻ്റെ ബോൾട്ട് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഇത് ഉള്ളൊന്നും പുറത്തുനിന്നും വലിക്കുന്ന എയറിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ആ കേബിൾ അഴിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതാണ് കേബിൾ. അത് അഴിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ അവിടെയുള്ള വയറുകളൊക്കെ ഒന്ന് ഒരു ഭാഗത്തേക്ക് ഒതുക്കി വയ്ക്കുക. അടുത്തുള്ളത് തെർമസിൻ്റെ കപ്ലർ ഉണ്ടായിരിക്കും. പിന്നെ പുറത്തുനിന്ന് അഴിക്കാനുള്ളത് കൂളിംഗ് ഓയിലേക്ക് പോകണ പൈപ്പ് ഉണ്ട്. എന്താ ഈ പൈപ്പാണ് അഴിക്കേണ്ടത്. ഈ പൈപ്പ് അഴിച്ചിട്ട് വേണം അവിടെ ബാക്കിയിൽ അഴിക്കാം. അതിന് മുന്നേ എന്താ ഡ്രൈനേജ് ഓസ് ഉണ്ടായിരിക്കും, അത് അഴിച്ച് മാറ്റണം. ഇനി അഴിക്കാനുള്ളത് ഈ പൈപ്പ്. അപ്പോൾ ഈ പൈപ്പ് അഴിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, കയ്യിൽ ഒരു ഗ്ലൗസ് ഒക്കെ ഇടുന്നത് നല്ലതാണ്. അല്ലാതെ സ്ലിപ്പായി കഴിഞ്ഞാൽ ആ മുകളിൽ മെറ്റൽ തട്ടി കഴിഞ്ഞാൽ കൈ പൊളിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഗ്ലൗസ് വെച്ചിട്ട് അഴിക്കാൻ പറ്റുള്ളൂ. സ്ലിപ്പായി കഴിഞ്ഞാൽ കൈ എന്തായാലും പൊളിയും. അപ്പോൾ നമ്മളെ കൂളിംഗ് ഓയിലേക്ക് പോകുന്ന 2 പൈപ്പ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പൈപ്പ് നമ്മൾ ലൂസാക്കി ഉണ്ട്. 2 പൈപ്പ് അയച്ചിട്ടുണ്ട്. ഇനി അതിലൊരു വേസ്റ്റ് എന്തെങ്കിലും വെച്ചിട്ട് അടച്ചു വയ്ക്കണം, അല്ലാതെ പൊടി കയറാനുള്ള ഇതുണ്ട്. 2 പൈപ്പ് അയച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു വേസ്റ്റ് തള്ളി വെച്ചേക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം പൊടി എന്തെങ്കിലും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കൂളിങ്ങിനെ ബാധിക്കും. അപ്പോൾ അടുത്ത് നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ തെർമസിൻ്റെ കപ്ലർ ഊരി വെക്കണം. അതിന് ശേഷം ഒരു 10ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ മുകളിലും ഒരു 10ൻ്റെ ബോൾട്ട് ഇതാ ആണോ. പിന്നെ
റൈറ്റ് സൈഡിൽ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ട്. എത്രയും ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാബേറിൻ്റെ അസംബ്ലി നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തെർമസിൻ്റെ കപ്ലിങ് അഴിച്ച് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 10-ൻ്റെ ബോൾട്ടുകൾ അഴിക്കാം. അപ്പോൾ നമ്മൾ 10-ൻ്റെ ബോൾട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിഭാഗത്തെ 2 അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അഴിച്ചിൻ്റെ ലാസ്റ്റത്തെ അഴിക്കണം. പിന്നെയുള്ള 2 ബോൾട്ട് നേരെ മുകളിലാണ്. അടിഭാഗത്ത് 2 അഴിച്ചിട്ടുണ്ട്. ഇനി നേരെ മുകളിലുള്ളത് നമുക്ക് അഴിക്കാം. അപ്പം എല്ലാ ബോൾട്ടും അഴിച്ചിട്ടുണ്ട്. ഇനി ഇത് പതിയെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിനൊപ്പം തന്നെ ഡാഷ് ബോർഡ് ഒരാൾ ഫ്രണ്ടിലേക്ക് വലിച്ചേക്കണം. നല്ല കുറച്ച് ഗ്യാപ്പടെ കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു സൈഡിലേക്ക് ഷെയ്ക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാബേറിൻ്റെ അസംബ്ലി പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലി. അപ്പോൾ ഇതിനകത്ത് ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലോക്ക് ആവും. പഴയ വണ്ടികളിൽ ഫിൽറ്റർ ഇല്ല, അതുകൊണ്ട് തന്നെ അതിന് പൊടി കയറി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് കിട്ടില്ല. പുറത്തേക്ക് തന്നെ എയറിൻ്റെ ഫ്ലോ കുറവായിരിക്കും. അതുകൊണ്ട് അതൊക്കെ പൊടിയാണ്. ഇനി നമുക്ക് ഇത് അഴിച്ചിട്ട് ഇത് വെള്ളമടിച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ അഴിക്കാൻ ഞാൻ കാണിച്ചു തരാം. ഒരു 2 സ്റ്റാർ ഉണ്ടായിരിക്കും, പിന്നെ 2 ക്ലിപ്പ് ഉണ്ടായിരിക്കും. അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് 2 ഭാഗങ്ങളാക്കി നമുക്ക് കൂളിംഗ് ഓയിൽ പുറത്തേക്ക് എടുക്കാം. അതായത് അവിടെ സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് വേറെ സ്റ്റാർ ഉണ്ട്. ആ 2 സ്റ്റാറുള്ളൂ. ഇനി ഈ 2 ക്ലിപ്പാണുള്ളത്. ഈ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് കണക്ട് വെച്ചിട്ട് ഒന്ന് തിക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാതും സ്റ്റാറും ക്ലിപ്പും കഴിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് ഒരു ക്ലിപ്പ് ഉണ്ട്. എല്ലാ ക്ലിപ്പും വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ മതി. അപ്പോൾ പതിയെ പോരും. ഇത് 2 കവറായിട്ട് പോരും. അപ്പോൾ കവറ് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂളിംഗ് ഓയിൽ. ഇനി ഇത് പുറത്തേക്ക് എടുത്തിട്ട് വേണം നമുക്ക് ക്ലീൻ ചെയ്യാൻ. ഉള്ളിലെ നല്ല പൊടി ഉണ്ടായിരിക്കും. അതും വെള്ളമടിച്ച് ക്ലീൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതും വെള്ളമടിച്ച് ക്ലീൻ ചെയ്യണം. എന്നാൽ നമുക്ക് കൂളിങ്ങും ഉണ്ടായിരിക്കും, എയർ ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ സാൻഡ്രോൻ്റെ കൂളിംഗ് ഓയിൽ അയക്കേണ്ട വിധം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം.